നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 27 സീറ്റുകളിൽ മത്സരിക്കും. ഇത് സംബന്ധിച്ച് UDF-ൽ പ്രാഥമിക ധാരണയായി. ചില സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ധാരണയായത്. പകരം ലീഗിന് ഏത് സീറ്റ് നൽകുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ കോണി ചിഹ്നത്തിലും രണ്ടിടത്ത് സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നത്. ലീഗിന് 27 സീറ്റുകൾ തന്നെ നൽകാനാണ് ധാരണയായിട്ടുള്ളത്. തിരുവമ്പാടിയിൽ ലീഗിന് പകരം കോൺഗ്രസ് മത്സരിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ. VS ജോയി അടക്കമുള്ളവരെ തിരുവമ്പാടിയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. മന്ത്രി റോഷി അഗസ്റ്റിൻ വിജയിച്ചു വരുന്ന ഇടുക്കി സീറ്റിലും കോൺഗ്രസ് കണ്ണുവെച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റേതാണ് നിലവിൽ ഈ സീറ്റ്. ഇവിടെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ ജയസാധ്യത കുറവാണ്. പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നാൽ റോഷിയെ തറപറ്റിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. എന്നാൽ മണ്ഡലം വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് PJ ജോസഫിന്റെ നിലപാട്. അതേസമയം ഇടതുമുന്നണിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ഫോർമുല ഇത്തവണയും പിന്തുടരാനാണ് ഏകദേശ ധാരണ. പാർട്ടികളുമായുള്ള ചർച്ച തുടരുകയാണ്. 13 സീറ്റുകൾ വേണമെന്നാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അധിക സീറ്റ് മോഹിക്കേണ്ടതില്ലെന്ന് CPM കേരള കോൺഗ്രസിനെ അറിയിച്ചതായാണ് സൂചന. കഴിഞ്ഞ തവണ വിട്ടു നൽകിയ കുറ്റ്യാടി സീറ്റിന് പകരം സീറ്റ് ലഭിക്കുമോ എന്നതിൽ വ്യക്തതയായിട്ടില്ല. കഴിഞ്ഞ തവണ വിട്ടു നൽകിയ കുറ്റ്യാടി സീറ്റിനായി ഇത്തവണ കേരള കോൺഗ്രസ് എം ബലം പിടിക്കില്ല. പകരം പേരാമ്പ്ര, എലത്തൂർ, കുട്ടനാട്, തിരുവനന്തപുരം സീറ്റുകളിൽ ഒന്ന് ആവശ്യപ്പെടാനാണ് ജോസ് കെ മാണിയുടെ നീക്കം. ഇക്കാര്യം സൂചിപ്പിച്ച ജോസ് കെ മാണി LDF-ന് കത്ത് നൽകി. കുറ്റ്യാടി സീറ്റുകൾ വിട്ടു നൽകിയതോടെ കഴിഞ്ഞ തവണ 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്നത്. ഇത്തവണ നേരത്തെ നൽകിയ 13 സീറ്റുകളും വേണമെന്നാണ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുള്ളത്. RJDക്ക് 3 സീറ്റുകൾ നൽകാൻ ധാരണയായിട്ടുണ്ട്. മുമ്പ് മത്സരിച്ചിരുന്ന കോവളം സീറ്റ് കൂടി വേണമെന്ന RJDയുടെ ആവശ്യം തള്ളി. കൽപ്പറ്റ, വടകര, കൂത്തുപറമ്പ് സീറ്റുകൾ RJDക്ക് നൽകാനാണ് തീരുമാനം. മുമ്പ് നീലലോഹിതദാസൻ നാടാർ കോവളത്ത് മത്സരിച്ചിരുന്നു. നീലലോഹിതദാസൻ നാടാർ ഇപ്പോൾ RJDയിലാണ്. അതിനാൽ കോവളം സീറ്റ് കൂടി RJD ആവശ്യപ്പെട്ടത്.